ഇത് ഞങ്ങളുടെ കോയമ്പത്തൂർ അവിനാസി റോഡാണ് കേട്ടോ. ഭയങ്കര ബിസിയായ റോഡാണ്. ഞാനിപ്പോൾ ഇവിടെ ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ 2 days ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു ആക്സിഡൻറ്റ് നടന്ന ന്യൂസ് പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നലത്തെ ന്യൂസ് പേപ്പറിലുണ്ട് കേട്ടോ, തമിഴ് ന്യൂസ് പേപ്പറിലുണ്ട്, ഞാൻ കണ്ടു. ഇവിടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ് ഇപ്പം 2 റോഡിനെയും കൂടി ബന്ധിക്കുന്ന ഒരു സിമെൻറ്റ് കട്ടയുണ്ട്. ആ സിമെൻറ്റ് ഇങ്ങനെ നടുവിലുണ്ടാവുമല്ലോ 2 റോഡിൻ്റെയും സെൻട്രലായിട്ട്. ഇത് ഏറ്റവും വലിയ കോയമ്പത്തൂരിലെ ഏറ്റവും വലിയ തിരക്കേറിയ റോഡാണ്. അപ്പോൾ ഇവിടെ 2 ദിവസമായി ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുണ്ടാകും. ഒരു പയ്യൻ 17 വയസ്സുള്ള ഒരു പയ്യൻ രാത്രി കാർ ഓടിച്ച് രാത്രി 1 മണിക്ക് ഇങ്ങനെ വന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തോ സംതിങ് ബാലൻസ് നഷ്ടപ്പെട്ടോ എന്താണെന്നുള്ളത് അറിയില്ല. ഇങ്ങനെ നേരെ തിരിച്ച് ആ സിമെൻറ്റ് കട്ടയിൽ പോയിട്ട് ഇങ്ങനെ ഇടിച്ചതാണ്. പാവം ഒരു അതിഥി തൊഴിലാളി ആ സിമെൻറ്റ് കട്ടയിൽ അവർ രാത്രി അവന് റോഡ് പണി ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ റോഡ് പണി ചെയ്തപ്പോൾ അപ്പോൾ അവിടെ ഇരിക്കുക സിമെൻറ്റ് കട്ടയിൽ എന്തോ രാത്രി 1 മണിക്കൊക്കെ ഇരിക്കുമായിരുന്നു. ആ സമയത്ത് ഇരിക്കുമ്പോൾ ഈ കാർ ബാലൻസ് തെറ്റിയിട്ട് നേരെ ആ സിമെൻറ്റ് കട്ടയിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ കാർ അങ്ങനെ ആ ഇടിച്ച ഇടിയിൽ അവൻ ആ സിമെൻറ്റ് കട്ടയിൽ നേരെ അവൻ ഇരിക്കുന്ന കറക്റ്റ് ആ സ്ഥലത്ത് വന്നിട്ട് ഫുൾ ഇടിച്ചോളൂ. അവൻ്റെ കാല് 2 നഷ്ടപ്പെട്ട് അവൻ സ്പോട്ട് ഔട്ട്. അതിഥി തൊഴിലാളിട്ട് അവന് വയസ്സ് 22 പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പയ്യന് ഓട്ടിച്ച പയ്യൻ രാത്രി അച്ഛൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവൻ അറിയാതെ വണ്ടി എടുത്തിട്ട് വന്നതാണ്. 17 വയസ്സുള്ള പയ്യനാണ്. എന്നിട്ട് ആ കാറ് ഫുൾ ബേസ്റ്റായി കത്തി. ഞങ്ങൾ വീഡിയോയിൽ കണ്ടു. ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റാണ്. കത്തിയിട്ട് അവിടെ കറുപ്പ് കളർ. ഇപ്പോൾ ഞാൻ ദിവസം ഞങ്ങളുടെ അവിടെ നിന്ന് ആ റിസപ്ഷനിൽ ഇങ്ങനെ നോക്കിയാൽ അത് ദിവസം ഇപ്പം അവിടെ അത് കാണും കേട്ടോ. അപ്പോൾ പാവമായി ഒരു അതിഥി തൊഴിലാളിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഈ കുട്ടിയുടെ ഈ 17 വയസ്സായ കുട്ടീൻ്റെ ഒരു അജാഗ്രത മനസ്സിലായില്ലേ. അച്ഛൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അറിയാതെ കാർ എടുത്തിട്ട് വന്നതാണെന്നാണ് പറയുന്നത്. അവർ ന്യൂസ് പേപ്പറിൽ അങ്ങനെ വായിച്ചത്. നോക്ക് പാവം നാട് വിട്ട് ജോലിക്ക് പണിക്ക് വേണ്ടിയിട്ട് അതിഥി തൊഴിലാളികൾ നോർത്ത് ഇന്ത്യൻസാണ്. അവൻ എവിടത്തേന്ന് എനിക്കറിയില്ല. അപ്പോൾ വന്നിട്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടു. അവൻ സാധാരണ ഒരു സേഫായ സ്ഥലത്താണ് അവൻ ഇരിക്കുന്നത്. പക്ഷേ ഇവൻ റോങ് റൂട്ടിലാണ് റോങ് റൂട്ടിൽ വന്നിട്ട് ഓവർടേക്ക് ചെയ്താലും ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് വരാൻ സാധ്യതയില്ല. എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ ബാലൻസ് നഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്നും അറിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് ദിവസം അത് കാണേണ്ടി വരുന്നുണ്ട്. ആ ബ്ലാക്ക് കളർ ആ സിമെൻറ്റ് ഇതിൽ കാണുമ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ്, സങ്കടം വരികയാണ്. നോക്ക് എന്തിനാണ് ഇങ്ങനെ അച്ഛനെയും അമ്മയും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കാർ എടുത്തിട്ട് വന്ന് ഇങ്ങനെ ഒരാളുടെ ജീവൻ പോയില്ലേ. അവൻ്റെ ജീവൻ പോയില്ല, ഓട്ടിക്കൊണ്ടിരുന്ന ആളുടെ ജീവൻ പോയില്ല. ഒന്നും അറിയാത്ത പാവം റെസ്റ്റ് എടുക്കുകയായിരുന്നു രാത്രി ആ സിമെൻറ്റ് കട്ടയിൽ. അവൻ മരിച്ചു. ഈ റോഡ് കണ്ടില്ല, അത്രയും ഒരു തിരക്കേറിയ റോഡ് നമുക്കൊരു ക്രോസ് ചെയ്യാനും കൂടി പറ്റിയില്ല. അതാണ് അപ്പോൾ ഞാൻ ബസ്സിൽ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കണ്ടില്ലേ റോഡ് ഇപ്പോൾ രാവിലെ ഇപ്പോൾ സമയം ഒരു 7:30 സമയത്താണ്. എന്നിട്ട് ഇപ്പോൾ കുറച്ച് ഫ്രീ മാതിരിയുണ്ട്. പക്ഷേ ഇനി കുറച്ചും കൂടെ സമയം ആവണം. ഒരു റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും നിൽക്കണം, എന്നാലാണ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായേ? ഇത് അങ്ങനത്തെ ഒരു റോഡാണ്. ഞാൻ അത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ആ പയ്യൻ മരിച്ചതിൻ്റെ ഇപ്പോൾ എല്ലാവരും ന്യൂസ് പേപ്പർ നല്ല വായിച്ചിട്ടുണ്ട്. അപ്പം ആ റോഡാണിത്. ഞാൻ അതുകൊണ്ടൊന്ന് കാണിക്കാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഞാനതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചു കേട്ടോ. ഈ റോഡൊന്ന് കണ്ടോളൂ.